പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ദുരിതത്തിലാഴുന്നവർക്ക് ആശ്വാസമേകി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും അടുത്തേക്ക് എപ്പോഴും ഓടിയെത്തുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹം പഞ്ചാബിലെ പ്രളയബാധിതരെ സന്ദർശിക്കാൻ എത്തുമ്പോൾ AAPയുടെ പഞ്ചാബിലെ സർക്കാർ അദ്ദേഹത്തിന്റെ വഴി തടയുക കൂടി ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എന്നുള്ള രീതിയിൽ പഞ്ചാബിൽ എത്തിയിരുന്നു. എന്നാൽ മോദിയുടെ ഈ സന്ദർശന ജുംലയും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി പഞ്ചാബിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. കണ്ടല്ലോ 30 സെക്കൻഡുള്ള ഈ വീഡിയോയിൽ സൗണ്ട് എന്ന് പറഞ്ഞതില്ല, കംപ്ലീറ്റ്ലി മ്യൂട്ടാണ്. മോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ വീഡിയോകൾ ആയിരുന്നു ഇതുവരെ ശബ്ദമില്ലാത്തതായി കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന മോദിയുടെ വീഡിയോകൾക്കും ശബ്ദമില്ല, നിശബ്ദ ചിത്രമാണ്. ഈ വീഡിയോയുടെ തുടക്കം കണ്ടോ? പ്രളയബാധിത പ്രദേശങ്ങളുടെ മാപ്പായിരിക്കാം അടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മോദിയെ കാണിക്കുന്നത്, മോദിയോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതും. ഇതിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? മോദി ചെവിയിൽ നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ വെച്ചിരിക്കുകയാണ്. അതായത് പുറമേ നിന്നുള്ള ഒരു ശബ്ദവും കേൾക്കുകയില്ലാത്ത ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ ഇത് വിശദീകരിക്കുന്നത് മോദി കേൾക്കുന്നത്. അതിൽ നിന്ന് തന്നെ 100% വ്യക്തമാണല്ലോ ഇവിടെ പ്രളയബാധിത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയല്ല, മറിച്ച് വെറുതെ ഒരു വീഡിയോ എടുക്കുക മാത്രമാണ് മോദിയുടെ ലക്ഷ്യമെന്ന്. നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ ചെവിയിൽ വെക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒന്നും മോദിക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരു ശബ്ദവും പറയുന്നതൊന്നും കേൾക്കാതെ ചുമ്മാ ഇരുന്ന് തലയാട്ടുകയാണ്. ഇനി മറ്റൊന്ന്, മോദി എന്ത് പ്രളയബാധിത പ്രദേശമാണ് ഇതുവഴി സന്ദർശിക്കുന്നത് എന്നറിയില്ല. പഞ്ചാബിന്റെ മുകളിലൂടെ മോദി വിമാനത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പല ആംഗിളുകളിലായി 25-30 ക്യാമറ വെച്ച് 30 സെക്കൻഡുള്ള ഒരു നിശബ്ദ വീഡിയോ പുറത്തുവിടുന്നു. ഇതുപോലെ യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഭൂലോക വിഡ്ഢിത്തം കാണിക്കാൻ മോദിക്കല്ലാതെ സംഘികൾക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഇനി ഇവിടെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പ്രളയ ദുരിതം ഉണ്ടായത് എന്ന് സ്ലൈഡുകൾ വഴി മോദിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇതും പരിപൂർണമായി നിശബ്ദമാണ്. ഇതും മോദിയുടെ ചാനലിലുള്ള വീഡിയോ ആണ് എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഈ വീഡിയോയും പരിപൂർണമായി മ്യൂട്ട് ആക്കിയിരിക്കുന്നത്? അവിടെ മോദിയോട് ദുരിതമുണ്ടായ പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ആളുകൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ലേ? ആകെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഈ ടെലിവിഷൻ ആങ്കർ ഇതിനെക്കുറിച്ച് പറയുന്നത് മാത്രമാണ്. മോദിയുടെ യൂട്യൂബ് ചാനലിൽ മോദി പ്രളയത്തിന്റെ നാശനഷ്ടങ്ങൾ എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ യഥാർത്ഥ ശബ്ദത്തോടുകൂടി എന്തുകൊണ്ടാണ് ഇടാത്തത്? ഇവിടെ നിങ്ങൾക്ക് കാണാം മോദി ഇരുന്ന് എന്തോ മനസ്സിലായതുപോലെ തലയാട്ടുന്നതും അതുപോലെ മൈക്കിലൂടെ അവരോട് എന്തോ പറയുന്നതും. പക്ഷെ എന്ത് കേട്ടാണ് തലയാട്ടുന്നത് എന്നും എന്താണ് അവിടെ സംസാരിക്കുന്നത് എന്നും അറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമില്ല എന്നാണ് മോദിയുടെയും സംഘികളുടെയും മനസ്സിലിരിപ്പ് എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. വിദേശത്തല്ല സ്വദേശത്തുള്ള വീഡിയോകൾ പോലും ഇതുപോലെ ശബ്ദമില്ലാതെ മ്യൂട്ടായി പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയ വിഡ്ഢിത്തം എന്താണ് ഉള്ളത്? ആകെ ശബ്ദമുള്ള വീഡിയോകൾ മോദി ടെലിപ്രോംപ്റ്ററിൽ നോക്കി പമ്പര വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന തെരഞ്ഞെടുപ്പ് റാലികളും അതുപോലെയുള്ള പരിപാടികളും മാത്രമായി മാറിയിരിക്കുകയാണ്. അതായത് വിമാനത്തിലൂടെ പഞ്ചാബിന്റെ മുകളിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി 10-30 ക്യാമറകൾ ഉപയോഗിച്ച് ശബ്ദമില്ലാത്ത ഒരു 30 സെക്കൻഡ് വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു AC മുറിയിലിരുന്ന് നാശനഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ശബ്ദമില്ലാത്ത വീഡിയോ പബ്ലിഷ് ചെയ്തു. പിന്നീട് പഞ്ചാബിന് വലിയ നാശനഷ്ട പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതാകട്ടെ വെറും 1600 കോടി രൂപ മാത്രമാണ്. പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്ന ദുരിതം ഏറ്റവും കുറഞ്ഞത് 50,000 കോടി രൂപയുടെ എങ്കിലും വരും എന്നുള്ളതാണ് വാസ്തവം. 2 ലക്ഷം ഏക്കറിലെ കൃഷിയാണ് പരിപൂർണമായി നശിച്ചു പോയത്. അതിന്റെ തന്നെ നാശനഷ്ടം എത്ര 10,000 കണക്കിന് കോടികളുടെ വരുമെന്ന് ഊഹിച്ചു നോക്കിക്കോളൂ.
മോദിയുടെ ഈ പ്ലെയിനിൽ വെച്ചുള്ള വീഡിയോ ഷൂട്ട് കണ്ട് ആളുകൾ ഇറക്കിയിരിക്കുന്ന രസകരമായ മെമെ വീഡിയോകളിൽ ഒന്നാണ് ഇത്. മോദി പ്ലെയിനിന്റെ വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ ഇവിടുന്ന് കടന്നു പോകൂ എന്ന് ഒരു പെൺകുട്ടി പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇതിൽ നിന്ന് വിഭിന്നമാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. മോദിയുടെ സന്ദർശന നാടകവും രാഹുലിന്റെ ദുരിതം അനുഭവിക്കുന്നവരെ സന്ദർശിക്കുന്നതും തമ്മിലുള്ള മോദിയും രാഹുലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. ഇവിടെ രാഹുൽ ഗാന്ധി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി എത്തിച്ചേരുകയാണ്. നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം വാഹനത്തിൽ കയറി ദുരിതബാധിതരായ ആളുകളെയും പ്രളയബാധിത പ്രദേശങ്ങളും സന്ദർശിക്കാനായി പോവുകയാണ്. ഇവിടെ കാണുന്ന നദിയിലൂടെ അപ്പുറത്തേക്ക് ബോട്ടിൽ പോകാനായി രാഹുൽ ഗാന്ധി എത്തുകയാണ്. എന്നാൽ പഞ്ചാബിലെ പോലീസ് സുരക്ഷയുടെ കാരണം പറഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്ര തടയാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഏവർക്കും വളരെ സിമ്പിളായി മനസ്സിലാകുമല്ലോ. ദുരിതം അനുഭവിക്കുന്ന പ്രളയബാധിതരായ ആളുകളെ സന്ദർശിക്കാൻ അദ്ദേഹത്തെ എങ്ങനെയും അനുവദിക്കാതിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചാബ് PCC പ്രസിഡന്റ് പറയുന്നത് അവിടെയുള്ള ദുരിതബാധിതരെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പോകണം. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനും എനിക്കും ഇന്ത്യയിൽ നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കുകയില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് പറയണം. എന്തുകൊണ്ടാണ് തടയുന്നത് എന്ന് പറയണം. രാഹുൽ ഗാന്ധിയും പറയുകയാണ്, നിങ്ങൾ കാരണം എന്താണെന്ന് പറയൂ. ഇതിന് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ വ്യക്തമാക്കൂ. അവിടെ പ്രദേശത്തെ MLAയും ഉണ്ട്. അവിടെ ആളുകൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് അവർ പറയുകയാണ്. അവിടെയാണ് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവർ വ്യക്തമാക്കുകയാണ്. ഇവിടെയും ഇവരുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് പോകാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് ഇന്ത്യയുടെ പ്രദേശമാണ്, അവിടെ നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കില്ലേ എന്നാണ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചോദിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ഈ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുകൊള്ളൂ. ഇതാണ് യഥാർത്ഥ ജനനേതാവും PR വർക്കിലൂടെ മന്ദഭക്തന്മാരെ വീണ്ടും വീണ്ടും മണ്ടന്മാർ ആക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം ട്രാക്ടറിൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. ട്രാക്ടറിൽ കുറെ ദൂരം സഞ്ചരിച്ച ശേഷം യാതൊരു മടിയും കൂടാതെ ചെളിയും വെള്ളവും നിറഞ്ഞ ഭാഗത്തോടെ ഇറങ്ങി നടക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ കാണുന്ന ജനങ്ങൾക്ക് മോദിയുടെ പൊള്ളത്തരവും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന യഥാർത്ഥ ജനനേതാവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാവും. ഇവിടെ വലിയ നാശനഷ്ടം നേരിട്ട ഒരു കുടുംബത്തെ രാഹുൽ ഗാന്ധി അവരുടെ വീട്ടിലെത്തി സന്ദർശിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ ആ വീട്ടിൽ മുഷിഞ്ഞ വേഷവും ധരിച്ച് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ അദ്ദേഹം എത്ര വാത്സല്യത്തോടെയാണ് സ്വന്തം കരങ്ങളിലെടുത്ത് താലോലിക്കുന്നത് എന്ന് കണ്ടോ. വിമാനത്തിൽ മുകളിൽ കൂടെ കറങ്ങുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ശബ്ദമില്ലാത്ത നിശബ്ദ ചലച്ചിത്രം അല്ല ഇത്. ഇത് വളരെ നാച്ചുറൽ ആണ് എന്ന് വളരെ വ്യക്തമാണ്. മോദിയുടെ കൂട്ടുള്ള ഭാവാഭിനയം അല്ല. പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ്. സ്വന്തം തോളിൽ ആ കുട്ടിയെ ഇട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം പ്രളയത്തിൽ നാശനഷ്ടം നേരിട്ട ആളുകളെ നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കുന്നു. അവരുടെ ഒപ്പം ചേർന്ന് ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നു. ഇവിടെ ആ വീട്ടമ്മ അവർക്കുണ്ടായ ദുരിതം കരഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്. വിമാനത്തിലൂടെ കറങ്ങി നടന്ന് റീലുണ്ടാക്കി സന്തോഷിക്കുന്നതിന് പകരം അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് നേരിട്ട് എന്ന് അവരുടെ ദുരിതം നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ചില ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന റീൽ മേക്കർ പ്രധാനമന്ത്രിയെ അല്ല ഇന്ത്യക്ക് ആവശ്യം. മറിച്ച് ജനങ്ങളുടെ ഒപ്പം ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണുന്ന ഇതുപോലെയുള്ള ഒരു ജനനേതാവിനെയാണ് ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഒരു സിഖ് ഗുരുദ്വാരയിലെത്തി ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടുകൊള്ളൂ. അദ്ദേഹം വളരെ ആത്മാർത്ഥമായാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരെല്ലാം വേഗം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയ രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനമാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത്. പ്രകടനത്തിനു വേണ്ടി റീൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി മാത്രം പഞ്ചാബിന്റെ മുകളിൽ കൂടി വിമാനത്തിൽ ടൂർ നടത്തിയ പ്രധാനമന്ത്രിയുടെയും ജനങ്ങളുടെ യഥാർത്ഥ ദുരിതം നേരിൽ കണ്ട് ചോദിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെയും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏത് മന്ദഭക്തനും ഉള്ളിലെങ്കിലും പറയും, ഇതാണ് യഥാർത്ഥ നേതാവ്, ഇദ്ദേഹമാണ്
നമ്മുടെ പ്രധാനമന്ത്രിയാകേണ്ടയാൾ എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?